നമസ്കാരം. അടിയന്തര സിനഡിൽ ആരുടെ അടിയന്തരം നടക്കും? ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രസനാധിപൻ നടത്തിയ ഒരു പ്രസംഗം അത് വലിയ വിവാദമായിട്ടുണ്ട്. ചിലപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളൊന്നും കൈകാര്യം ചെയ്യാത്തൊരു വാർത്തയായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്തയും പ്രസംഗവും ഒക്കെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും നൽകുകയും ചെയ്തു. അങ്ങനെ വലിയ വിവാദമാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ചൊരു അടിയന്തര സിനഡ് കൂടാൻ പോകുന്നത്. നാളെയാണ് അടിയന്തര സിനഡ് നടക്കുന്നത്. ഈ അടിയന്തര സിനഡിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഈ അടിയന്തര സിനഡിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സുനിൽ മാത്യു കൂടെ എന്നോടൊപ്പം ചേരുകയാണ്. സുനിൽ മാത്യു, അടിയന്തര സിനഡിൽ മെത്രാൻമാർ തമ്മിൽ അടിയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതെ, ഇപ്പം ഈ അടിയന്തര സിനഡിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ അടിവെക്കാൻ കപ്പാസിറ്റി ഉള്ള മെത്രാന്മാരൊന്നും അതിനകത്തില്ല. പക്ഷേ ഒരു അടിയന്തരം നടക്കും, അത് ഉറപ്പാണ്. അത് ആരുടെയാണ് എന്നതാണ് അത് നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു അടിയന്തര പ്രാധാന്യമുണ്ടോ? ഇത്തരത്തിലൊരു പ്രത്യേക ഒരു സിനഡ് ഉണ്ടാകുന്നു, പ്രത്യേകിച്ചൊരു പെട്ടെന്ന് തട്ടിക്കൂടുന്ന ഒരു സിനഡാണോ, അതോ ഈ സിനഡ് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു അടിയന്തര പ്രാധാന്യം ഉണ്ടോ? എന്തായാലും ഈ അടിയന്തര സിനഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഓർത്തഡോക്സ് വിശ്വാസികൾ ചിരിക്കുക. കാരണം ഈ അടിയന്തര സിനഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തോ വലിയ ഭീകരമായ എന്തോ സംഭവം സംഭവിച്ചു എന്നൊരു മട്ടിലാണ് അങ്ങനെയൊക്കെ ഒരു സംഭവം നടത്തുന്നത്. ഇപ്പോൾ അടിയന്തര സിനഡ് വിളിച്ച മത്തായി മൂന്നാമൻ ആകെ അങ്കലാപ്പിലുമായി. കാരണം ഇതിനു മുമ്പ് സഭയെ, ക്രൈസ്തവ സമൂഹത്തെ തന്നെ നാണം കെടുത്തിയ പല സംഭവ വികാസങ്ങളും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അറിയാം, അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു മെത്രാൻ അലക്സിയോസ്, അവിടെ അദ്ദേഹം താമസിച്ച ഒരു വീട്ടിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ കയറി പിടിച്ച് അകത്താകുന്നത് കണ്ടപ്പോൾ രായ്ക്ക് രാമാനം ഇയാള് അമേരിക്ക നേരെ നാട് കടത്തി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് മാസങ്ങളോളം ഇയാളെ പല സ്ഥലങ്ങളിലും ഇവിടെ താമസിപ്പിച്ചു. എന്നിട്ട് ഇയാള് അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷന് മുന്നിൽ ഇദ്ദേഹം രേഖാമൂലം നൽകിയത്, എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇറക്ഷൻ ഉണ്ടാകത്തില്ല, കാരണം ഞാൻ അത് ഉണ്ടാകാതിരിക്കാനുള്ള മരുന്ന് ഇതാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞ് അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ വന്ന് നിന്ന് രേഖാമൂലം കൊടുത്തൊരു അടിയന്തര സിനഡ് അന്ന് അടിയന്തര സിനഡ് ഉണ്ടായില്ല, ഒരു ചർച്ചയും ഉണ്ടായില്ല, ഒന്നുമില്ല. എന്നിട്ട് അയാളെ കൊണ്ട് മാവേലിക്കരയിൽ ഇരുത്തി, എന്നിട്ട് ഇപ്പോൾ കൽക്കട്ടയെ കൊണ്ടിരുത്തി. ഇപ്പം ക്രൈസ്തവ സഭകളുടെ എല്ലാം, ആഗോള സഭകളുടെ എല്ലാം യൂണിയന്റെ ഹെഡായിട്ട് അയാൾ ഇരിക്കുന്നു. പിന്നീട് അതിനുശേഷം ഇടുക്കി മെത്രാൻ ഇതുപോലെ പെണ്ണുകേസിൽ മെത്രാൻ, നമ്മുടെ ഈ പാതിരിമാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ തേൻകടയിൽപ്പെടുത്തി. ഇയാൾ പെണ്ണുകേസിൽ പെട്ടു. അവസാനം പെണ്ണുകേസിൽ പെട്ട് ഇയാളെ ഇമാര് കൊടുക്കും, പൈസ കൊടുത്ത് സെറ്റിലേക്കും. ഇങ്ങനെ അവസാനം ഇയാൾ കടം കയറി മുടിഞ്ഞ് ഇരിക്കുന്ന അരമന വരെ ഇയാൾ കൊണ്ട് ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചു. ജപ്തിയിലേക്ക് വന്നു കഴിയുന്ന അവസരമായി ആകെ മൊത്തത്തിൽ നാറ്റക്കേസായി കഴിഞ്ഞപ്പം ഇതിനു മുമ്പ് ഇരുന്ന പൗലോസിദിയൻ ഇദ്ദേഹം ഇടപെട്ട് ആ കടമെല്ലാം വെട്ടി. അവസാനം ഇയാളെ ഭദ്രാസന ഇതിൽ നിന്നൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന്റെ മാനസിക രോഗ ചികിത്സയ്ക്ക് വിട്ടു. ഇയാളും ഇപ്പോൾ സഭയിൽ കോതാശപ്പണിയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു അടിയന്തര സിനഡും വിളിച്ചില്ല, ചർച്ചയും ഉണ്ടായില്ല. ഇതുപോലെ യൂലിയോസ് മെത്രാൻ കുന്നംകുളം, ഇയാൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു അരുതാത്ത കാഴ്ച കണ്ട് നാട് വിട്ടുപോയി. അയാള് കൊന്നതാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ എന്നറിയില്ല. ഒരു മേൽപ്പട്ടക്കാരന്റെ സ്ഥാനിയെ അതിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇയാളെക്കുറിച്ച് പിന്നെ അവസാനം വേറെ മസാജിങ് പാർലറുകളിൽ പോയി നടുവേദനയാന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ പോവുക, സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പോയി താമസിക്കുക, കരിമീൻ തിന്നാൻ പോവുക എന്ന് പറഞ്ഞുള്ള യാത്ര, ഇങ്ങനെയൊക്കെയുള്ള വിവാദപരമായ പലതരത്തിലുള്ള കാര്യങ്ങളും വളരെ സഭയെ അപമാനിക്കുന്ന തരത്തിലുള്ള പല മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടും അടിയന്തര സിനഡുകൾ വിളിച്ചിട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ അതുപോലെ തന്നെ ഭദ്രാസന കൗൺസിലിനെ നോക്കുകുത്തിയാക്കി ഈ മെത്രാന്റെ തരികിടകളും തട്ടിപ്പുകളും ഇവിടുത്തെ ഒരു ഗുണ്ടയെയും വെച്ചുകൊണ്ട് ഇയാള് സമാന്തര പഠനം നടത്തുക. ഇയാളുടെ തട്ടിപ്പുകൾക്കെതിരെ ഭദ്രാസന കൗൺസിൽ രേഖാമൂലം പരാതിപ്പെട്ടിട്ടും അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടും ഇത്തരം തട്ടിപ്പുകൾ നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു അടിയന്തര സിനഡും വിളിച്ച് നടത്തിയിട്ടില്ല. അതുപോലെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇവരുടെ ഭദ്രാസനങ്ങളിലും അടിയന്തര പ്രാധാന്യമുള്ള ഗുരുതര സ്വഭാവമുള്ള പല കുറ്റകൃത്യങ്ങൾ. അതുപോലെ തന്നെ ഇതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ട റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തില് ഇയാള് ഇത്തരത്തിൽ ഒരു ഭർത്താവ് രോഗിയെ കിടക്കുന്ന ഒരു സ്ത്രീയോട്, ഞാൻ നിന്നെ വെപ്പാട്ടിയാക്കിക്കോളാം, എന്റെ കീപ്പായിട്ട് നീ ജീവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് ഒരു യുവതി തന്നെ വെളിപ്പെടുത്തിയ ആ തെളിവടക്കം 1 വർഷത്തിന് മുമ്പ് അന്വേഷണ കമ്മീഷന്റെ കൊടുത്ത ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ഇത്രയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആരുടെ പ്രേരണയാണ് ഇപ്പോൾ ഒരു അടിയന്തര സിനഡ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പൊ ഇവിടെ എനിക്ക് ആലോചിക്കുമ്പോഴത്തേനും തോന്നുന്നു വരുന്നത് വെച്ചാൽ, ഈ നമ്മുടെ മത്തായി മൂന്നാമനുണ്ടല്ലോ, ഈ മത്തായി മൂന്നാമന്റെ ഭരണപരാജയം മറച്ചു വെക്കുവാനുള്ള ഒരു ശ്രമം, അതിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇത് ആരുടെ പ്രേരണയാലാണ്? ഇത് മത്തായി മൂന്നാമന്റെ ഭരണ പരാജയമാണോ? അന്നേരം ഇത് ആരുടെ പ്രേരണയാൽ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് ഈ ഓർത്തഡോക്സ് സഭയുടെ അധോലോകം, ഇവര് ദേവലോകം എന്നാണ് പറയുന്നതെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പും ഇവരുടെ പ്രവർത്തന ശൈലിയും വെച്ച് വിശ്വാസികൾ തന്നെ വിളിക്കുന്നതിന് ഒരു അധോലോകം എന്നാണ്. ആ അധോലോകം ഭരിക്കുന്നത് ഇന്ന് മത്തായി മൂന്നാമനല്ല, ഒരു കോക്കസ് ആണ്. കളങ്കിതരായ ഒരു കൂട്ടം പാതിരിമാരും അൽമാരും ചേരുന്ന ഒരു കോക്കസ് ആണ് ഇത് ഭരിക്കുന്നത്. ഒന്ന് ഈ ഇവരുടെ പാതിരി യൂണിയന്റെ തലവൻ ഒരു അമയിൽ പാതിരി, പിന്നെ അതുപോലെ ട്രസ്റ്റി റോണി, പിന്നെ അതുകൂടാതെ തന്നെ ഒരു പദവി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ റീസ് പദവി, ഒരു പുതിയ ഒരു പേരക്കുയൊക്കെ ചാർത്തി കൊടുത്ത ഒരു തീവട്ടി പാതിരി. ഇതുകൂടാതെ പിന്നെ വളരെ ഈ അലമ്പും തല്ലും തല്ലും അടിപിടിയുമായിട്ട് നടക്കുന്ന 3-4 കടുവാക്കുഴി, ഈ രാജേഷോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ക്രിമിനലുകളുടെ, നമ്മുടെ ഈ നത്ത് ഗോപാൽ എന്നൊക്കെ മറ്റേ രാജേഷ് എന്നൊക്കെ പറഞ്ഞ ഓരോ നമ്മളുടെ കൊട്ടേഷൻ ടീമുകൾക്ക് ഓരോ പേരില്ലേ, അതുപോലുള്ള ഒരു ടീമാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. അവരുടെ ഈ ഓർത്തഡോക്സിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോക്കസ് ആണ്. കോക്കസിനകത്ത് ഈ ഒരു തരം ഫാൻസുകാരുടെ ഒരു കൂട്ടായ്മ അല്ലെ, അതാണ് ഇപ്പൊ സുനിൽ ഈ ഫാൻസുകാരുടെ അംഗങ്ങളുടെ കൂട്ടായ്മയാണോ ഈ പറയുന്ന കടുവാക്കുഴിയൊക്കെ? അതെ അതെ, അതായത് ഈ പൗലോസിത്യൻ കാതോലിക്കയുടെ സമയത്ത് ഈ അധോലോകം സത്യം പറഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കുറെ ഒരു അലവലാതി യൂണിയൻ ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ ഇവിടെ കയറി മേഞ്ഞ് ഇത്തരത്തിലുള്ള കുറെ ആളുകളെ തെറിവിളിക്കാൻ അശ്ലീല സൈറ്റുകൾ, ഇങ്ങനെയുള്ള കുറെ സൈബർ കൊട്ടേഷൻ ടീമുകൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ മത്തായി മൂന്നാമന്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയേണ്ടിരുന്നത്, ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് ഫിനാൻസ് ചെയ്യുന്ന പരിപാടികളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടികളും ഒക്കെ നിർത്തുകയും ഇവന്മാരെ ആട്ടി അകറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഈ മിസ്ക്രിയൻസിനെ എന്റർടൈൻ ചെയ്യുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഒരു പ്രതിഷേധ സമരം ഇവരുടെ കോമ്പൗണ്ടിനുള്ളിൽ നടന്നു. മുൻപ് പലതരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മെയിൻ ഗേറ്റിന്റെ അകത്തേക്ക് കടക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇത്തവണ ആ മെയിൻ ഗേറ്റ് എല്ലാം മലർക്ക തുറന്നിട്ട് ഇവരുടെ ഈ അധോലോകത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് ഏതാണ്ട് ആളുകൾ ഒരു 10-15 പേരിൽ നിന്ന് മുദ്രാവാക്യം വിളിയും ബഹളവും ചിഹ്നവിളിയും ഒക്കെ ആയിട്ട് നടത്തിയിട്ട് പോയി. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഈ ഫാൻസ് അസോസിയേഷന്റെ ഒരു രണ്ടാമത്തെ തിരിച്ചുവരവായിരുന്നു. അന്നേരം ഇവന്മാരുടെ നിർബന്ധത്തെ തുടർന്നാണ് ഈ ഒരു അടിയന്തര സെനഡ് വിളിച്ചേക്കുന്നതും ഈ മെത്രാനെതിരെ നടപടിയെടുക്കണമെന്ന് ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മത്തായി മൂന്നാമൻ ഇപ്രകാരം ഒരു അടിയന്തര സെനഡ് നാളെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഈ അപ്രയം മെത്രാനെതിരെ നാളെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ഇനി ഒരു നടപടി ഉണ്ടായാൽ തന്നെ എന്തായിരിക്കും അത്തരത്തിലൊരു നടപടി ഉണ്ടാവുക? ഇനി അഥവാ എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ, ഒരു കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ, പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു പ്രഷറിനെ തുടർന്ന്, ഈ ഫാൻസുകാരുടെ പ്രഷറിനെ തുടർന്നാണ് ഒരു സെനഡ് വിളിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഇയാളുടെ ഒരു ഭരണപരാജയമല്ല, ഇയാൾ ഒരു കഴിവുള്ള ഭരണാധികാരിയാണ്, ശക്തമായ നടപടി എടുക്കുമെന്നൊക്കെ വരുത്തി തീർക്കാൻ ഇദ്ദേഹം ഒരു ശ്രമം ഉണ്ടായേക്കാം. അതിന്റെ ഭാഗമായി നടക്കുവാൻ സാധ്യതയുള്ളത് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ മെത്രാൻ സ്ഥാനത്ത് നിന്നും ഇദ്ദേഹത്തെ മാറ്റി ആ ഒരു ചുമതല ചിലപ്പോൾ ഈ മത്തായി മൂന്നാമൻ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ അതുപോലെ ചില ഭദ്രാസനങ്ങളിൽ ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചില ആരോപണങ്ങൾ വന്നപ്പോൾ അവിടുത്തെ മെത്രാന്മാരെ ഭദ്രാസന ചുമതലയിൽ നിന്നും മാറ്റി അവിടെ സഹ മെത്രാനാക്കി വെറും പടമാക്കി വെച്ചിട്ട് ഇദ്ദേഹം പടം ഭരിക്കുന്ന കടനാട് ഭദ്രാസനത്തിലൊക്കെ അത്തരത്തിലൊരു സ്ഥിതി നിലവിലുണ്ട്. അതുപോലെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലും ഇദ്ദേഹം അത്തരം ഒരു പരിപാടി ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പൊ സത്യത്തിൽ ശരിക്കും പെട്ടിരിക്കുന്ന ഇപ്പം മത്തായി മൂന്നാമൻ. തീർച്ചയായും അല്ലേ? ഈ മത്തായി മൂന്നാമൻ എങ്ങനെ ഇതിൽ നിന്നും തലയൂരും? അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രക്ഷപ്പെടാനുള്ള ഏക ഒരു പോംവഴി എന്ന് പറയുന്നത് ഇതിന്റെ അജണ്ട മാറ്റുക എന്നുള്ളതാണ്. ഞങ്ങൾ അടിയന്തര സെനഡ് വിളിച്ചു കൂട്ടുന്നത് സഭയെ സംബന്ധിച്ചുള്ളതും മറ്റു തരത്തിലുള്ള ചില നിയമപരമായ സംഭവങ്ങൾ, കേസ് സംബന്ധമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനാണെന്ന് പറഞ്ഞ് ഈ സബ്ജക്റ്റിൽ നിന്നും വേണമെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് രക്ഷപ്പെടുവാനുള്ള, ഈ വാലി മുറിച്ച് രക്ഷപ്പെടുന്ന ഒരു ടാക്ടിക്സ് പോലെ ഈ വിഷയത്തിൽ നിന്നും എസ്കേപ്പ് അടിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെത്രാനെ സഹമെത്രാനാക്കി തരം താഴ്ത്തി വയ്ക്കുന്ന ആ ഒരു സമീപനം സ്വീകരിച്ചിട്ട് അല്ലേ അതെന്ന് പറഞ്ഞാൽ ഒരു കടുത്ത നടപടിയാ. അപ്രകാരം ഇദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് മത്തായി മൂന്നാമന്റെ അടിയന്തരത്തിലെ കലാശിക്കൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സമൂഹത്തിലെ ഒരു 99% ആളുകളും മറ്റ് ഇതര ക്രൈസ്തവ സമുദായത്തിലുള്ളവരും അല്ലാത്ത പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെയേറെ കയ്യടി നേടിയ ഒരു പ്രസംഗമായിരുന്നു അത്. കാരണം ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ നിലപാടിനെ, ഈ പള്ളി പിടിച്ചു പറയുകയും അക്രൈസ്തവമായ ചില മാർഗങ്ങളെയും വിശുദ്ധ വേദപുസ്തകത്തെ പോലും
നള്ളിഫൈ ചെയ്തുകൊണ്ട് 34 ഇവന്മാരുടെ ആ കൈപ്പുസ്തകത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു പരാതി നിലനിൽക്കുമ്പോൾ ആ സമുദായത്തിൽ തന്നെ ഉള്ള ഒരു മെത്രാപ്പോലിത്ത പറയുകയാണ്, വിശുദ്ധ വേദപുസ്തകത്തിന് നമ്മൾ പരമപ്രാധാന്യം നൽകണം, പള്ളി പിടിച്ച് പറിക്കുന്നത് നിർത്തണം, സഹോദരന്മാരോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് 1 വട്ടമെങ്കിലും അവരോട് ക്ഷമിക്കണം, രമ്യതപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ നാനാ ജാതി മതസ്ഥരും അദ്ദേഹത്തെ അനുകൂലിച്ചു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു ക്രൈസ്തവ മാർഗം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തിയ ഒരു മെത്രാനെ ക്രൂശിക്കുകയും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്താൽ മത്തായി 3 അതിന് വലിയ മറുപടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാം. മന്ത്രി സജി ചെറിയാൻ നമ്മുടെ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം ഒന്നൊന്നും കുറച്ചക്രമൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തി. പക്ഷെ ഭയങ്കര പുകലുകൾ ഉണ്ടായി, ഭയങ്കരമായ നിയമയുദ്ധം ഉണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? കോടതിയിൽ പോയി ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഇന്നും മന്ത്രിയായി തുടരുന്നു. അന്ന് ഇതുപോലെ ഒരു കഞ്ഞിക്കുഴിയിലെ ഒരു ചെറിയ തീവട്ടി സഭയിലെ ഇതുപോലെ ഒരു നന്മയുടെ മാർഗം സ്വീകരിച്ച ഒരു നല്ലൊരു ഉപദേശം നൽകി എന്നെ ഇതേപോലെ സ്ഥാനഭ്രഷ്ടനാക്കി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു കോടതിയെ സമീപിച്ചാൽ ഉറപ്പായിട്ടും കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് നീതി ഉണ്ടാവും. കോടതിയിൽ നിന്ന് അതുപോലെ ഒരു കനത്ത തിരിച്ചടിയായ കഴിഞ്ഞാൽ ഈ മത്തായി 3 കഞ്ഞിക്കുഴി മൂപ്പനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടും. ആളുകൾ ഇയാളെ മടലെടുത്ത് എറിയുന്ന അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും. സത്യത്തിൽ ഓർത്തഡോക്സ് സഭ പോകുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു സമാനതകളില്ലാത്ത ഒരു നാണക്കേടിലൂടെയാണ്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും? ഇത് ഈ പാറേട്ട് ഈവാന്യൂസ് തിരുമേനി ഈയുടെ ഒരു വാക്കുകളുണ്ട്. അതായത് ഈ മത്തായി 3 എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാതോലിക്ക, ഇദ്ദേഹം ഒരു സെമിനാരി വിദ്യാർത്ഥിയാകുവാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു ഇയാളെ സെമിനാരിയുടെ പഠിക്കൽ കയറ്റാൻ പോലും യോഗ്യരല്ല, ഇദ്ദേഹത്തെ ആ പദവിക്ക് അത്തരത്തിലൊരു പദവിയാണ് ഒരു വൈദിക വൃത്തി എന്ന് പറയുന്നത്, ഇദ്ദേഹം യോഗ്യനല്ല, ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും കുടുംബ പശ്ചാത്തലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഈ പദവിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അന്നും പിന്നാമ്പുറത്തൂടെ ഇദ്ദേഹം സെമിനാരിയിൽ കയറിപ്പറ്റി. അങ്ങനെ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ സഞ്ചരിച്ച നാൾവഴികൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള കുടിലതകളിലും വിഭജനത്തിന്റെയും ഈ തൊഴുത്തിൽ കുത്തിന്റെയും എല്ലാം ഒരു ആശാനായിരുന്നു ഇയാളുടെ. ഇദ്ദേഹത്തിന്റെ ഒരു നാൾവഴികൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സഭയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് ഒരു സാധ്യത, ഒരു അനുരഞ്ജനത്തിന് സാധ്യത വന്നപ്പോൾ 2017 വിധിയോടുകൂടി ഈ സഭകൾ തമ്മിൽ ഒന്നിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായത് പോലും തകർത്ത് കളഞ്ഞത് ഇയാളാണ്. പൗലോസിദിയനെ അനഭിമിതനാക്കി അയാളെ കൊണ്ട് ചുളിചോറ് വാരിച്ചത് ഇദ്ദേഹമാണ്. ഇങ്ങനെ സകലത്തിൽ നിന്നും കലഹത്തിനെല്ലാം വട്ടം കൂട്ടി നിന്ന് ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഈ കസേരമോഹി ഒരിക്കൽ പോലും ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഒന്നിക്കുന്നതിന് ഇദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം ഈ സഭകൾ ഒന്നായാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും ആ കാതോലിക്ക പദവിയിൽ വരാൻ പറ്റത്തില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ഈ കുടിലതകളിലൂടെ ഇദ്ദേഹം ആ കസേര കരസ്ഥമാക്കിയത് മുതൽ ഇതുപോലുള്ള സഭയിലെ കളങ്കിതരായ ഓർത്തഡോക്സ് സഭയിലെ ഇന്നതൊരു 99% മെത്രാൻ സ്ഥാനാരി എന്ന് പറഞ്ഞാൽ കളങ്കിതരായിട്ടുള്ള മെത്രാന്മാരാണ്. അന്നേരം ഈ കളങ്കിതന്മാരുടെ ഒരു സംഘം ഉണ്ടാക്കി അവരുടെ ഒരു അപ്പോസ്തലനായിക്കൊള്ളാം, അവരുടെ ഒരു സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളാം, നിങ്ങളെ നിർബാധം അഴിച്ചുവിടാം എന്നൊരു ധാരണയിലാണ് ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് കുലുക്കുത്ത് നടത്തിയാണ് സിനഡ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാതോലിക്കയെ തെരഞ്ഞെടുത്തത്. യഥാർത്ഥത്തിൽ സഭയുടെ ഭരണഘടന അനുസരിച്ച് മലങ്കര അസോസിയേഷൻ വേണം അവരുടെ സഭയുടെ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാൻ. ഇത് മെത്രാന്മാർ ചേർന്നൊരു ധാരണ ഉണ്ടാക്കി ഒരാളെ എടുത്തു. എന്നിട്ട് അവസാനം ഇത് പത്രത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി പോലും അറിഞ്ഞത്. എന്നിട്ടൊരു കോവിഡ് കാലഘട്ടത്തിൽ ഒരു പ്രഹസനം, ഒരു സഭയുടെ മലങ്കര അസോസിയേഷൻ കൂടി എന്ന് വരുത്തി തീർത്ത് ഇദ്ദേഹമായി വരികയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ അന്നേരം ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലർക്കും ഒരു തോന്നലുണ്ടായിരുന്നു ഈ കേസിലൂടെ 2017 വിധിക്ക് ശേഷം ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന പൗലോസിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 56 പള്ളികൾ ഓർത്തഡോക്സ് പക്ഷത്തേക്ക് വന്നു. എന്നാൽ പൗലോസിദ്യൻ കിടപ്പിലായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ പള്ളി പോലും 2017 വിധി ഇവരുടെ കയ്യിലുണ്ടായിട്ട് പോലും ഓർത്തഡോക്സ് സഭയുടെ കയ്യിലേക്ക് വന്നില്ല. സഭയുടെ ഞാൻ കാതോലിക്കയായെങ്കിൽ മാത്രമേ ഈ സഭയുടെ പള്ളികൾ തിരിച്ചു വരത്തുള്ളൂ, വ്യവഹാരങ്ങൾക്ക് ശക്തി പകരാൻ പറ്റത്തുള്ളൂ, ഒരു നട്ടലുള്ള ആർജവമുള്ള ഒരു ഭരണാധികാരിയാകാൻ എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നൊരു പ്രതീതി കൊടുത്ത് ഇദ്ദേഹം കാതോലിക്ക പദവിയിൽ വന്നു. പദവി കെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ ഈ വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ച് പിണറായി വിജയനുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കി, യാക്കോബായ സഭയുമായിട്ടൊരു രഹസ്യധാരണ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കാതോലിക്ക വാഴ്വ് നടന്നു. ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനെ എതിർക്കാൻ ചുമ്മാ പ്രഹസനം എന്ന നിലയിൽ ഇവിടെ കുന്നംകുളത്തുള്ള ഒരു ഇവന്മാരുടെ ഒരു പിണിയാളായിട്ടുള്ള വക്കീലിനെ കൊണ്ട് തോക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി ഒരു കേസ് കൊടുത്തു. അത് തള്ളിപ്പോയി. അങ്ങനെ യാക്കോബായ സഭയുമായിട്ടൊരു അന്തർധാരയിൽ ഇദ്ദേഹം പോകുന്നു. അതുപോലെ പിണറായി വിജയനുമായിട്ട് ഒരു അന്തർധാരയിൽ പോകുന്നു.
BJP സർക്കാരുമായിട്ടൊരു രഹസ്യധാരണ ഉണ്ടാക്കി പോകുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു മുഖം മിനുക്കൽ പദ്ധതിയും ഇദ്ദേഹം ആ പഴയ ഒരു കൊട്ടേഷൻ നേതാവല്ല, ഇദ്ദേഹം ഒരു മാനുഷിക മുഖം വരുത്തുവാൻ വേണ്ടി ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ വിശ്വസിച്ച വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മേക്ക് ഓവറും ഒരു ഉപജാപക പണിയും ഒക്കെ ആയിട്ട് പോവുകയാണ്. അന്നേരം ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് ഒരു ശക്തനായ ഒരു നല്ലൊരു ഭരണാധികാരിയാകാൻ പറ്റത്തില്ല. കാരണം ഇദ്ദേഹം ചെയ്ത പല മെത്രാന്മാരോട് ചേർന്ന മ്ലേച്ഛതകൾ ചെയ്ത ആ മെത്രാന്മാരാണ് കൂടെ ഇരിക്കുന്നത്. അന്നേരം സമന്മാരിൽ മുമ്പൻ എന്ന് പറഞ്ഞ് ഇയാളെ യാതൊരു വിലയും ഇന്ന് മെത്രാന്മാർക്കില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു മെത്രാന്മാർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കത്തില്ല. എത്രയോ പെണ്ണ് കേസുകൾ സഭയിൽ ഉണ്ടാകുന്നു. ഈ സഭയെ നാണം കെടുത്തിക്കുന്ന രീതിയിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു ആഭാസൻ, ഇതുപോലൊരു വൃത്തികെട്ടവൻ ലോകത്ത് കാണത്തില്ല. അവനെതിരെ ഒരു ശബ്ദം ഉയർത്താനാക്കി പറ്റുന്നില്ല. സഭയുടെ സിനഡ് സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്ന നിരണത്തെ ഒരു ആഭാസൻ മെത്രാൻ, ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ബ്ലൂബിലിൽ നിന്നും അശ്ലീല ചിത്രങ്ങളും പിടിച്ചത്. ചെങ്ങന്നൂരിലെ ഒരു വൈദികൻ തന്നെ പറഞ്ഞു, ഈ പൗരോഹിത്യ വൃത്തിയിലുള്ളവരുടെ ഒരു സ്വർഗ ഭോഗികളുടെ ഒരു സംഘടനയുണ്ട്, അതിന്റെ തലവനാണ് ഇയാളെന്ന് ഒരു വൈദികൻ തന്നെ പറഞ്ഞു. അന്നേരം അങ്ങനെയുള്ള ഒരാളാണ് ഈ സിനഡ് സെക്രട്ടറി. അതുപോലെ ഓരോ മെത്രാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള മ്ലേച്ഛതകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായപദമായ മെത്രാന്മാർക്കെതിരെ യാതൊരു നടപടിയും ഇയാൾക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഓരോ ദിവസവും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിന് ദിവസം ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് പോലും ഒരു ഓർത്തഡോക്സ് സഭാംഗമാണെന്ന് പറയുവാൻ നാണക്കേടുള്ള ഈ സാഹചര്യത്തിൽ ഈ സഭയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുകയാണ് ഈ കഞ്ഞിക്കുഴി മൂപ്പൻ എന്ന് പറയുന്നത്. കാരണം ആ തുടക്കം മുതലേ ഐ2 ന്യൂസ് പറയുന്നതാണ് ഒരു കുടുംബത്തിൽ പിറന്ന ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിയാണ് ഈ മത്തായി മൂപ്പൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, മക്കളെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല സമാധാനപ്രിയരായി സമൂഹത്തിൽ നല്ല ഉന്നത നിലവാരത്തിൽ ജീവിക്കുമ്പോൾ അപ്പൻ തലയിൽ തുണിയും കെട്ടി റോഡിലിറങ്ങി ചട്ടമ്പി കളിച്ച് നിൽക്കുന്ന ഒരു അപ്പനും എന്നാൽ നിലവാരമുള്ള ഒരു മക്കളുടെയും അവസ്ഥയാണ് സഭാജനങ്ങളുടെ ഒരു അവസ്ഥ. അതെ. അപ്പോൾ ഇതാണ് ഈ കഞ്ഞിക്കുഴി മൂപ്പന്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നാളെ 23-ാം തീയതിയാണ് അടിയന്തര സിനഡ് നടക്കാൻ പോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നാളെ നടക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നാളത്തെ ഈ സിനഡ് എന്ന് പറയുന്നത് മത്തായി മൂന്നാമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പല്ലി വാല് മുറിച്ച് രക്ഷപ്പെടുന്നത് പോലെ ഒന്നെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും സ്കിപ്പ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാനെ ഈ പ്രസംഗത്തിന്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കുകയോ സ്ഥാനഭ്രഷ്ടനാക്കുകയോ ചെയ്താൽ അത് വലിയ നിയമയുദ്ധത്തിലേക്ക് അദ്ദേഹം കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി കിട്ടിക്കഴിഞ്ഞാൽ ഈ സഭ അടുത്ത നാണക്കേട്, അതായത് ഒരു സെൽഫ് ഗോൾ എന്ന് പറയുന്ന പോലെ സ്വന്തം സഭയിൽ നിന്ന് പോലും മെത്രാന്മാരുടെ ഇടയിൽ ഭിന്നതയുണ്ടാകും. ഇദ്ദേഹത്തിനെതിരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കത്തില്ല. വിശ്വാസികളുടെ ഇടയിൽ വലിയ ഭിന്നതയുണ്ടാകും. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇദ്ദേഹത്തിന് മുഖം നഷ്ടപ്പെടും. ചുരുക്കം പറഞ്ഞാൽ, നാളത്തെ സിനഡ് കൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായാൽ മത്തായി മൂന്നാമന്റെ അടിയന്തരമായിരിക്കും നാളെ നടക്കാൻ കലാശിക്കാൻ പോകുക. അത് തന്നെയാണ് നമുക്ക് ആ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അപ്രയം മെത്രാനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നടപടി നാളെ അതൊരു കടുത്ത നടപടി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുനിൽ മാത്യു പറഞ്ഞു വെച്ചതുപോലെ അത് ഈ മത്തായി മൂന്നാമന്റെ അടിയന്തരത്തിൽ തന്നെ ആയിരിക്കും കലാശിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കാര്യം ചിന്തിക്കേണ്ടത് ഓർത്തഡോക്സ് സഭയെ ഇനിയും രക്ഷപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതിന് ഉണർന്നു വരേണ്ടത് വിശ്വാസികളാണ്. അവരൊന്ന് ഉണർന്നാൽ മാത്രമേ ഈ ഓർത്തഡോക്സ് സഭയെ നിലനിർത്തുവാൻ കഴിയൂ എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സഭയെ അല്ലെങ്കിൽ ഈ തീവട്ടി പാതിരിമാരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ സഭയെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.